അല്ല, സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്ക് എല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെന്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെന്റ് നോക്കും. മോദിയുടെ തീവ്രവാദത്തിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധ പ്രസംഗവും തിരിച്ചടിക്കുമെന്നുള്ള വാക്കും സൈനികരെ മുൻനിർത്തിയുള്ള തിരിച്ചടിക്കലും ഒക്കെ നമ്മൾ കണ്ടു. വളരെ നല്ല കാര്യം. പക്ഷേ ഈ പ്രസംഗമൊക്കെ വച്ചു കാച്ചിയത് അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുന്ന ബീഹാറിൽ വെച്ചാണ് എന്നത് ഒന്നാമത്തെ കാര്യം. 26 മനുഷ്യരെ BJP സർക്കാർ കുരുകുതി കൊടുത്തതാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത്. മറ്റാരുമല്ല പറഞ്ഞു എന്ന് പറയുന്നത് കേരളത്തിലെ BJP പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട തോഴൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പറയുന്നത്. മോദി സർക്കാരിന്റെ ഭരണ പരാജയവും പിടിപ്പുകേടും തന്നെയാണ് കാശ്മീർ പഹൽഗാമിൽ ഉണ്ടായ 26 നിരാലംബരായ പാവപ്പെട്ട മനുഷ്യരുടെ കൂട്ടക്കുരുതിക്ക് കാരണം. ഇന്നലെ കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരമൊരു പരാമർശം നടത്തിയത്. എന്നാൽ അത് ആരും ശ്രദ്ധിക്കാതെ പോയി. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി, എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമെന്നാണ് രാജീവ് പറഞ്ഞത്. സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്ക് എല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെന്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെന്റ് നോക്കും. അന്വേഷണം അവിടെ നിൽക്കട്ടെ. പക്ഷേ കാശ്മീർ പോലെ ഏതു നിമിഷവും തീവ്രവാദി ആക്രമണം ഉണ്ടാകാവുന്ന, തീവ്രവാദികൾ പല പ്രാവശ്യം നുഴഞ്ഞു കയറിയിട്ടുള്ള, പാകിസ്ഥാൻ കൊതിയോടെ നോക്കി നിൽക്കുന്ന ഒരു മണ്ണിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പറയുന്നത് തന്നെ എന്തു നെറുകെട്ട ഭരണമാണ് BJP സർക്കാർ കാഴ്ചവെക്കുന്നത് എന്ന ചോദ്യം ഉയർത്തേണ്ട സന്ദർഭമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഭാരതീയർക്ക് പറയാനുള്ളത്. നിങ്ങൾ തന്നെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് വിളിച്ചു പറയുമ്പോൾ പിന്നെ എന്ത് വിശ്വാസത്തിലാണ് ഇന്ത്യൻ ജനത ഇവിടെ ജീവിക്കേണ്ടത്? ഒരൊറ്റ വാക്കിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാതായി പോയത് പാവപ്പെട്ട 26 മനുഷ്യരുടെ ജീവനാണ്. എന്ത് തെറ്റ് ചെയ്തിട്ട്? പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഇന്ത്യക്കാർ എന്ന ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ. അവർക്ക് മുസൽമാനും ക്രിസ്ത്യനും പാഴ്സിയും ഹിന്ദുവും ഒന്നുമില്ല. എന്നിരുന്നാലും മുസൽമാനെ മാത്രം വെറുതെ വിട്ടിട്ട് അവർ കൊന്നൊടുക്കാൻ ഒരുങ്ങിയാലും മറ്റുള്ളവരുടെ ജീവനെങ്കിലും നിങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഞങ്ങളൊരു സമ്പൂർണ്ണ പരാജയമാണെന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ വിളിച്ചു പറയുമ്പോൾ പിന്നെ മോദി സർക്കാരിനെ പറ്റി സാധാരണ ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാനാണുള്ളത്? കേരളത്തിൽ വന്ന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾ തന്നെ പറയുന്നു കേന്ദ്രം ഭരിക്കുന്ന തങ്ങളുടെ പാർട്ടി പരാജയമാണ് എന്ന്, സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന്, ഇന്ത്യയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്ന്, മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നൊടുക്കിയെന്ന്. പിന്നെ കേരളത്തിന്റെ ഭരണത്തിന്റെ താക്കോൽ കൂട്ടം എന്ത് വിശ്വാസത്തിലാണ് BJP-ക്കാരെ നിങ്ങളുടെ കയ്യിൽ വെച്ചു തരേണ്ടത്? ഒരു വീട്ടിൽ കള്ളൻ കയറിയ കാര്യമല്ല പറയുന്നത്, ഒരു അലമാര കുത്തി തുറന്ന കാര്യമല്ല പറയുന്നത്. ഇന്ത്യൻ അതിർത്തി കടന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി ഒരു തെറ്റും ചെയ്യാത്ത ഇന്ത്യൻ ജനതയെ കൊന്നൊടുക്കിയ കാര്യത്തിലാണ് ഒരൊറ്റ വാക്കിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ് തടി തപ്പുന്നത്. ഗതികേട്. നിങ്ങളെയൊക്കെ വോട്ടു തന്ന് വിജയിപ്പിച്ച, നിങ്ങളുടെ കയ്യിൽ ഭാരതവും ഭാരതീയരും സുരക്ഷിതരാണെന്ന് വിശ്വസിച്ച ഞങ്ങൾ ഇന്ത്യൻ ജനതയുടെ ഗതികേട്.